കോഴിക്കോട് സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനമായിരുന്നു മലപ്പുറം. മലബാർ കലാപത്തിന്റെ സ്മരണകളിരമ്പുന്ന മലപ്പുറത്തിന്റെ വികസന വിശേഷങ്ങൾ. മലപ്പുറം ജില്ലയുടെ ആസ്ഥാനം ഉൾക്കൊള്ളുന്ന മണ്ഡലമായ ഇവിടെ സുപ്രധാനമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. പ്രധാനമായും റോഡ് വികസനം, ആരോഗ്യം, കായികം എന്നീ മേഖലകളിലാണ് കൂടുതൽ നിക്ഷേപം വന്നിട്ടുള്ളത്. കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. അതിൻ്റെ ഭാഗമായി മലപ്പുറം മണ്ഡലത്തിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ അതേപോലെ തന്നെ മണ്ഡലത്തിലും പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സ്കൂളുകളിലെ പഴയ രീതിയിലുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് ഏറ്റെടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലപ്പുറം മണ്ഡലത്തിൽ പൂക്കോട്ടൂര് ഗവൺമെൻറ് ഹൈസ്കൂള്, അതേപോലെ തന്നെ ഗവൺമെൻറ് ഹൈസ്കൂൾ ഇരുമ്പുഴി, GUPS മുതിരിപ്പറമ്പ്, അതും മലപ്പുറം മണ്ഡലത്തിലാണ് വരുന്നത്. അതേപോലെ ഗവൺമെൻറ് UP സ്കൂള് പന്തലൂര്, മലപ്പുറം പട്ടണത്തിൽ തന്നെയുള്ള സബ് രജിസ്ട്രാർ ഓഫീസ്, ഇത്തരത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മലപ്പുറം മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൻ്റെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. മലപ്പുറം മണ്ഡലത്തിലെ കായിക സാംസ്കാരിക മുന്നേറ്റത്തിനായി വിഭാവനം ചെയ്ത ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണ് ഇൻഡോർ സ്റ്റേഡിയം ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ്. ഏകദേശം 40.45 കോടി രൂപ അനുവദിച്ച പദ്ധതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ കോർട്ടുകൾ, സ്വിമ്മിംഗ് പൂൾ, കൾച്ചറൽ സെന്റർ എന്നിവയും ഭാഗമാകും. മലപ്പുറം ജനറൽ ആശുപത്രി ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായുള്ള പദ്ധതികൾക്ക് രൂപം നൽകി. 45.54 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണം, ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ സജ്ജമാക്കൽ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്.
മണ്ഡലത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും പ്രധാന പാതകൾ നവീകരിക്കുന്നതിനും തുക അനുവദിച്ചിട്ടുണ്ട്. മലപ്പുറം മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന മലപ്പുറം ചെമ്മാട് പ്രധാന പാതയുടെ നവീകരണത്തിനായി 150 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇത് ഒന്നിലധികം മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദ്ധതി കൂടിയാണ്. മലപ്പുറം ടൗണിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി ബൈപ്പാസ് റോഡുകളുടെ പുനരുദ്ധാരണത്തിനും നടപടിയായി. കോവൂർ പൂച്ചോലമാട് റോഡിന്റെ BM&BC നിലവാരത്തിലുള്ള നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചു. നമ്മുടെ ജില്ലയിൽ പൊതുവെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മലപ്പുറം മണ്ഡലത്തിലും ഒട്ടേറെ പ്രവർത്തനങ്ങൾ, അത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതേപോലെ തന്നെ സർക്കാർ കെട്ടിടങ്ങൾ പുതുക്കി നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും, റോഡുകൾ പുതിയ നവീകരണത്തിൻ്റെ വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും പദ്ധതികൾ നടപ്പിലാക്കി. GBHSS സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനും ലൈബ്രറി സൗകര്യങ്ങൾക്കുമായി 3 കോടി രൂപയാണ് അനുവദിച്ചത്. ഇൻഡോർ സ്റ്റേഡിയം ആനട്ട് കൾച്ചർ കോംപ്ലക്സിന് 40.45 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. ആരോഗ്യരംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ട് മലപ്പുറം ജനറൽ ആശുപത്രി വികസനത്തിനായി 45.54 കോടി രൂപയാണ് വകയിരുത്തിയത്. 50 കോടിയിലധികം തുക ചെലവഴിച്ചാണ് മണ്ഡലത്തിലെ റോഡുകൾ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിയത്. നമുക്കറിയാം, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ പരിഗണന കിട്ടിയ ഒരു മേഖല സ്കൂളുകളാണ്. സ്കൂളുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് LP സ്കൂൾ തൊട്ട് ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതേപോലെ തന്നെ കോളേജുകൾ ഉൾപ്പെടെ, ഇപ്പോൾ മലപ്പുറത്ത് തന്നെ വനിതാ കോളേജ് പ്രവർത്തിച്ചിരുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൻ്റെ അകത്ത് ഒരു കെട്ടിടത്തിലായിരുന്നു. പിന്നീട് അത് വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. ആ വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തമായ കെട്ടിടം വേണം എന്നുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ, SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ തന്നെ ആവശ്യം പരിഗണിച്ചിട്ടാണ് സർക്കാർ ഇപ്പോൾ വനിതാ കോളേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത്തരം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ മലപ്പുറം മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടന്നിട്ടുണ്ട്. ഇത് ജനങ്ങളിലാകെ ഈ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ മാറ്റങ്ങൾ, സർക്കാർ ആശുപത്രികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ ആളുകൾ നേരിട്ട് അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ മലപ്പുറം മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉള്ളത്.
10 മുതൽ 15 കോടി രൂപ വരെ വിനിയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തിന്റെ മികവ് ഉറപ്പുവരുത്തുവാനും കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കുവാൻ സാധിച്ചതും നേട്ടമായി. മറ്റൊരു മണ്ഡലത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത മാസ്മരികത നിറഞ്ഞ വികസനങ്ങളാണ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ വിരുന്നെത്തിയത്. നാടിൻ്റെയും ജനങ്ങളുടെയും പ്രതീക്ഷകൾ സഫലീകരിച്ചുകൊണ്ട്. ആര്യവൈദ്യശാലയുടെ പ്രശസ്തി കൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ കോട്ടയ്ക്കൽ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളിലൂടെയാണ് ഇനി ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ട് കടന്നുപോകുന്നത്. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും ഗതാഗതം, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിലാണ്. ആയുർവേദത്തിന്റെ ഈറ്റില്ലമായ കോട്ടയ്ക്കലിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തുകകൾ അനുവദിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കൽ അസംബ്ലി മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതുപോലെ ആരോഗ്യ മേഖലയിൽ, കുടിവെള്ളത്തിന്, റോഡിന് തുടങ്ങി കിഫ്ബിയുടെ സഹായം കിട്ടാത്ത ഒരു മേഖലയുമില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ എനിക്ക് പറയാൻ കഴിയും. അതിൽ എടുത്തു പറയാവുന്ന പദ്ധതിയാണ് ഈ എടയൂർ ഇരുമ്പിളിയം കുടിവെള്ള പദ്ധതി. ആ പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുൻപാണ് ജലസേചന വകുപ്പ് മന്ത്രി ശ്രീമാൻ റോഷി അഗസ്റ്റിൻ വന്ന് നാടിന് സമർപ്പിച്ചത്. 120 കോടി രൂപയുടെ പദ്ധതിയാണത്. അതിൽ 75 കോടി രൂപയും കിഫ്ബിയുടെ സഹായമാണ്. ആ 2 പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തും ശുദ്ധജലം നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ് ഇവിടെ കാലത്താണ് പദ്ധതി അനുവദിച്ചത്. ഈ കഴിഞ്ഞ വർഷത്തിലാണ് പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത്. കുടിവെള്ളം നൽകുന്ന മേഖലയിലേക്ക്, അതുപോലെ ആശുപത്രി, ഈ നമ്മൾ താലൂക്ക് ആശുപത്രിയൊക്കെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ് കുറ്റിപ്പുറത്തുണ്ടായിരുന്നത്. അത് നേരത്തെ ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് താലൂക്ക് ആശുപത്രിയുടെ പദവിയിലേക്ക് ഉയർത്തിയത്. പിന്നീട് അത് അങ്ങനെ അവിടെ കിടന്നു. അതിനുശേഷം ടീച്ചറുടെ കാലാവധി കഴിഞ്ഞ്, ആ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞ് പിന്നെ അതിന്റെ തുടർച്ച ഉണ്ടാവാൻ സാധിക്കാതെ കടന്നു. തുടർച്ച ഉണ്ടാവണമെന്ന് നമ്മൾ പദവി ഉയർത്തിയാൽ പോരല്ലോ. പദവി ഉയർത്താൻ താലൂക്ക് ആശുപത്രി ഗ്രേഡിലേക്ക് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അതിന് ഉതകുന്ന വിധത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വരണം. ഡിപ്പാർട്ട്മെന്റുകൾ വരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ബിൽഡിങ്ങുകൾ വരണം, സൗകര്യങ്ങൾ വരണം, ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഇപ്പോഴാണ് വീണ്ടും അതൊക്കെ എടുത്ത് വലിയ സൗകര്യത്തോടു കൂടി
പ്രത്യേക ബ്ലോക്കുകളൊക്കെ കൊണ്ടുവന്ന് ഇതിനൊക്കെ കിഫ്ബിയുടെ ഒരു സഹായം വളരെ വലുതാണ്. പ്രമുഖ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾക്കാണ് ഇവിടെ മുൻഗണന. കോട്ടയ്ക്കൽ ടൗണിനെ മലപ്പുറവുമായി ബന്ധിപ്പിക്കുന്ന ചട്ടിപ്പറമ്പ് കോട്ടയ്ക്കൽ റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി 25 കോടിയിലധികം രൂപ അനുവദിച്ചു. മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഗ്രാമീണ പാതകളെ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ നവീകരണമാണ് കുറ്റിപ്പുറം മൂടാടി റോഡ് പദ്ധതി വഴി യാഥാർത്ഥ്യമാക്കിയത്. എടരിക്കോട് കുന്നിപ്പള്ളി റോഡ് നവീകരണത്തിനായി ധനസഹായം നൽകി. കോട്ടയ്ക്കൽ കോട്ടപ്പടി റോഡ് വികസനത്തിനായി 18.85 കോടി രൂപയും അനുവദിച്ചത് വികസന പാതയിലെ നാഴികക്കല്ലായി. മഞ്ചേരി ഒലിപ്പുഴ റോഡ് പദ്ധതിയുടെ ഗുണഫലം മണ്ഡലത്തിലെ മലപ്പുറം നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. കുറ്റിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസ് സമുച്ചയത്തിനായി 1.29 കോടി രൂപയും കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ നിലവിൽ സജീവ പരിഗണനയിലാണ്. ഒരു കാലത്ത് ഈ നാഷണൽ ഹൈവേയുടെ അനിശ്ചിതത്വം നിൽക്കുന്ന സമയത്ത്, ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത്, അന്ന് ഈ നമ്മുടെ ഈ മലബാറിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ വട്ടപ്പാറ അപകടം എന്നുണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അന്ന് അതിനൊരു മാർഗം കണ്ടെത്തിയത് വട്ടപ്പാറ വളവ് നിർത്താൻ കഴിയില്ല, എന്നാൽ ഒരു ബൈപ്പാസ് വേറെ, അങ്ങനെയാണ് ഈ മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് ആശയം വന്നത്. അതിൻ്റെ ഒരു ഘട്ടം അന്ന് പണം അനുവദിച്ച് പൂർത്തീകരിച്ചപ്പോഴേക്കും പിന്നെ നാഷണൽ ഹൈവേ വന്നു, വട്ടപ്പാറ വളവിന്റെ പ്രശ്നമൊക്കെ തീർന്നു. പക്ഷെ ഇത് പൂർത്തീകരിക്കണം, ഇത് തുടങ്ങി വെച്ചല്ലോ, അതിനും നമ്മൾ കിഫ്ബിയെ ആശ്രയിച്ചു. അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ കോട്ടക്കൽ മണ്ഡലത്തിൽ വലിയ സഹായമാണ് നമുക്ക് ഈ കിഫ്ബിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ കാഴ്ചവെക്കാനായത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് കോടിക്കണക്കിന് രൂപ അനുവദിച്ചു. കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരണത്തിനും പുതിയ കെട്ടിട സമുച്ചയങ്ങൾക്കുമായി 5 കോടി രൂപ അനുവദിച്ചു. ഇതിന്റെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പൂർത്തിയായി വരുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയ്ക്കൽ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൊന്മള, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറാക്കര, GVHSS കൽപ്പകഞ്ചേരി എന്നീ സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതവും അനുവദിച്ചു. കിഫ്ബി എന്നുള്ളത് കോട്ടയ്ക്കൽ മണ്ഡലവാസികൾ കേൾക്കാൻ തുടങ്ങിയത് നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴാണ്. ഇങ്ങനെ ഇതിന്റെ സഹായം എത്ര കണ്ട് നമ്മുടെ ബഡ്ജറ്റ് പ്രൊവിഷനകത്ത്, അതായത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഒരു വിഹിതത്തിനപ്പുറം ഇത്തരത്തിലുള്ള സാമ്പത്തിക ഏജൻസികളെ കൂടി ഉപയോഗിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിന്റെ സഹായം നമ്മുടെ നാട്ടിലേക്കും എത്താൻ തുടങ്ങിയത് ആദ്യം സ്കൂളുകളിലൂടെയാണ്. ഫസ്റ്റില് നമ്മുടെ മണ്ഡലത്തിൽ ഒരു സ്കൂൾ എന്നുള്ളത് വന്നപ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പേരശ്ശന്നൂരിനാണ് അന്ന് 5 കോടി രൂപ അനുവദിച്ചത്. അതുവരെയൊക്കെ ആ സ്കൂളിന്റെയൊക്കെ അവസ്ഥ കണ്ടാൽ അന്നത്തേക്ക് വല്ല ദൃശ്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാം. പിന്നീട് അതിനുശേഷം കോട്ടക്കൽ രാജാസിന് കൊടുത്തു, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുമ്പിളിയത്തിന്, അതുപോലെ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്, ഇവിടെ പൈങ്കണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിന്, അതുപോലെ GUPS പൊന്മളയ്ക്ക്, GMUPS കോട്ടക്കലിന്. ഇങ്ങനെ നമ്മുടെ ഈ മണ്ഡലത്തിനകത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിനുമായി എൻ്റെ കണക്കിൽ, ഞാൻ കൃത്യമായിട്ടിപ്പോൾ അത് ഓരോന്നായി കൂട്ടിയെടുത്തിട്ടില്ല, പക്ഷെ എൻ്റെ കണക്കിൽ സ്കൂളിന് മാത്രം
ഈ കിഫ്ബിയിലൂടെ 23 കോടി രൂപയോളം, അതിൽ നിന്ന് അങ്ങോട്ട് കൂടുക എന്നല്ലാതെ അങ്ങോട്ട് പുറകിലേക്ക് ഒരിക്കലും വരില്ല, സ്കൂളിന് മാത്രം പിന്നെ കിഫ്ബിയിലൂടെ ഈ മണ്ഡലത്തിൽ മാത്രം അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഈ കാലയളവിൽ. വലിയ സഹായമാണ് നമ്മുടെ സ്കൂളുകളുടെ കുട്ടികളിലേക്ക് ഭൗതിക സൗകര്യം ഒരുക്കുന്നതിനും. ഭൗതിക സൗകര്യം ഒരുക്കുമ്പോഴാണല്ലോ അതിന്റെ അക്കാദമിക് നിലവാരത്തിലേക്ക് കടക്കാൻ കഴിയുക. വലിയ മാറ്റമാണ് ആ രംഗത്ത് ഉണ്ടായത്. മണ്ഡലത്തിലെ കായിക പ്രേമികൾക്കായി ഒരു ആധുനിക കായിക സമുച്ചയം നിർമ്മിക്കാൻ കിഫ്ബി തുക വകയിരുത്തിയിട്ടുണ്ട്. കോട്ടയ്ക്കൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഗാലറി, അത്ലറ്റിക് ട്രാക്ക്, മറ്റനുബന്ധ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായി ഏകദേശം 10 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിരുന്നു. കായിക മേഖലയിലെ സുപ്രധാന കാൽവയ്പാണിത്. ഇപ്പോഴും പിന്നെ മലപ്പുറം ജില്ലയോട് ഈ ഗവൺമെന്റ് ഒരു മാന്യമായ പരിഗണന തന്നില്ല എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ചിലരുടെ ഒറ്റപ്പെട്ടത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അത് കുറച്ച് കൂടി വരുന്നുണ്ട് അത്തരത്തിലുള്ള വാദഗതിക്കാരുടെ നിലപാടൊക്കെ. അതിൽ സത്യത്തിൽ ആ വാദവും വിമർശനവും ഉന്നയിക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം, മലപ്പുറം പോലെ ഒരു ജില്ല രൂപം കൊണ്ടതിന് ശേഷം ഈ ജില്ലയുടെ വികസന കാര്യങ്ങളിൽ അവരെല്ലാം അന്ന് കാണിച്ചിരുന്ന നിസ്സംഗത, അതെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും അതിനൊരു പരിഹാരമുണ്ടാക്കുന്നതിനും വളരെ വേഗത്തിൽ എല്ലാ മേഖലകളിലേക്കും വികസനം എത്തിക്കുന്നതിനും ഇപ്പോഴാണ് സാധിച്ചത്. ഈ ഗവൺമെന്റിനാണ് കഴിഞ്ഞത്. അങ്ങനെ ഈ ഗവൺമെന്റിന് കഴിയാൻ സഹായകരമായ ഒരു സാമ്പത്തിക ഏജൻസി തന്നെയാണ് കിഫ്ബി. അത് എടുത്തു പറയേണ്ടതാണ്. അത് മലപ്പുറം ജില്ലയുടെ മുഖച്ഛായ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കോട്ടയ്ക്കൽ ഇങ്ങനെ വികസന നേട്ടത്തിൽ ചരിത്രം കുറിക്കുകയാണ്. ഇനി പൂർത്തിയാവാനുള്ള പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ കോട്ടയ്ക്കലിൻ്റെ ഖ്യാതി വീണ്ടും ഉയരുമെന്ന് നിസ്സംശയം പറയാം.